ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്നത് ഒരു ചെറിയ മോർണിംഗ് റൊട്ടീനാണേ. അച്ഛൻ മലയ്ക്കൊക്കെ പോയി വന്നു. എന്നാൽ പോലും ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇന്ന് രാവിലെ നേരത്തെ നീക്കലും വിളക്ക് വയ്ക്കലും പണികളൊക്കെ തീർക്കലും സ്ഥിരമല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ തന്നെ നീച്ച് വിളക്കൊക്കെ വെച്ചു. നമ്മളൊരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് എന്തായാലും ചെയ്യാൻ പറ്റില്ലേ. അതായത് ഇപ്പോൾ നമ്മളൊരു 4 മണിക്ക് നീക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ഇന്ന് 4 മണിക്ക് നീക്കുകയാണെങ്കിൽ നമ്മൾ അലാറം പോലും വെക്കേണ്ട, കറക്റ്റായിട്ട് ആ ഒരു 4 മണി ടൈമിൽ തന്നെ നമ്മൾ നീച്ചിരിക്കും. എനിക്കങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഇടയിലൊന്നും മടി പിടിക്കുകയോ എന്താ പറയുക വേണ്ടാന്ന് വെക്കുകയോ ചെയ്താൽ പിന്നെ അതിലേക്ക് തിരിഞ്ഞ് നോക്കുകയില്ല കേട്ടോ. രാവിലെ നേരത്തെ നീച്ച് വിളക്കൊക്കെ വെച്ച് 5 മണിക്കാണ് കേട്ടോ നീച്ചത്. അതിപ്പോൾ പലരും വിചാരിക്കുക അതാണ് ഇപ്പോൾ ഇത്ര നേരത്തെ സമയമെന്ന്. പക്ഷേ എനിക്കത് കുറച്ച് നേരത്തെ സമയമൊക്കെയാണ് കേട്ടോ. എന്താ പറയുക, പൊതുവേ 5:30-6 മണി ടൈമിലൊക്കെയാണ് കേട്ടോ നീക്കാറുള്ളത്. നമ്മൾ എന്താ എവിടേക്കെങ്കിലും പോവണമെങ്കിൽ അമ്പലത്തേക്ക് അങ്ങോട്ടും അങ്ങനെയൊക്കെ പോകണമെങ്കിൽ മാത്രമാണ് കേട്ടോ കുറച്ച് നേരത്തെ നീക്കാറുള്ളൂ. ഇതിൽ നേരത്തെ നീക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 മണി എന്നുള്ളത് എനിക്ക് കുറച്ച് നേരത്തെ തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ നീച്ചത് കൊണ്ടാണോ എന്നറിയില്ല, അവിടെ കുഞ്ഞാറ്റ ഒപ്പം നീച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5:45 ആയപ്പോഴേക്കും അവൾ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഉറക്കമപ്പിലായിരുന്നു. അപ്പോൾ അതാ ഞാൻ ദോശയാണ് ഇത്തവണ എന്താവും നന്നായിട്ട് തന്നെ ദോശ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. നീച്ച ഉടനെ സനുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചുക്കുവെള്ളം വയ്ക്കാൻ മാത്രമാണ് കേട്ടോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കുഞ്ഞാറ്റ നീച്ച ആകെ വാശി പിടിക്കലൊക്കെ. പിന്നെ അവളെ ഫീഡ് ചെയ്തിട്ട് ഉറക്കിയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ അടുത്ത പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ എത്ര നേരത്തെ നീച്ചാലും എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും സനുവിനെ ഇപ്പോൾ റെഡിയാക്കി ആ ടൈമിൽ വിടണമെങ്കിലും ആ ഒരു നേരം ലേറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ 5:30 നീച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഒന്ന് നേരത്തെ പണികൾ തീർക്കുക, 7 മണി നമുക്ക് പണികളൊക്കെ ഫുള്ളായി തീർത്തിട്ട് വെറുതെ ഇരിക്കാനൊക്കെ വിചാരിച്ചിട്ടാ. പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. സനുവിനെ നേരം വൈകിട്ടാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാറ്റ് നീക്കണത് മാത്രമല്ല, അവൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില ടൈമിൽ നമ്മുടെ സനുവിന് ഭയങ്കര വാശിയാണ്. രാവിലെ നീക്കാനുള്ള ആ ഒരു എന്താ പറയുക ഒരു മടി, അവൾ ഉറക്കക്ഷീണത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു മപ്പ് പോലെയാണ് കേട്ടോ രാവിലെ നീക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് അങ്ങനെ പോവുകയാണ്. പിന്നെ ഒന്ന് റെഡി ആക്കി ഒരുക്കി വരുമ്പോഴേക്കും ഏകദേശം ടൈം ആവില്ല. അപ്പോൾ അതാ സനുവിനെ സ്കൂളിലേക്കൊക്കെ വിട്ടു. കുറേ നാളായിട്ട് സനു പറയുന്നത് എന്നും അച്ഛമ്മയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയേക്കാറ്, ഇന്ന് അമ്മ കൊണ്ടുപോയേക്കാൻ ബസ് കയറ്റി വിടാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനാണ് കേട്ടോ കൊണ്ടുപോയേക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല അത്യാവശ്യം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക 1.5 കിലോ മീൻ 100 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം മത്തി ഉണ്ടായിരുന്നു. പിന്നെ മത്തിയുടെ കൂടെ വേറെ ഏതോ ഒരു കുഞ്ഞു മീനും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ മീൻ വാങ്ങുമ്പോൾ എങ്ങനെ ആവുമല്ലേ ഈ പട്ടിയും പൂച്ചയൊക്കെ അറിയുന്നത്, കറക്റ്റ് ആ ഒരു ടൈമിൽ വരും കേട്ടോ. അല്ലെങ്കിൽ ഒന്നുമില്ലാത്തപ്പോൾ ഇവർ വന്ന് നോക്ക് പോലുമില്ല. എവിടെ ഇവിടെ കാണാനില്ലല്ലോ. എവിടെ മയില്? നേരത്തെ ഉണ്ടായിരുന്നു, തോനെ മയിലുണ്ടായിരുന്നു. ഇപ്പം ഇല്ല. തോനുണ്ടായിരുന്നോ? ഇപ്പം ഇല്ല. പൂച്ച എവിടെ? പൂച്ച മീമി എന്നിട്ട് പോയല്ലോ. എവിടെ പോയി? എവിടെ? ഇല്ല. കണ്ടുവാ മയിലിനെ കണ്ടു. അതാ ഇപ്പം വരും. അതാ വാഴയുടെ അടിയെ കൂടെ പോണ്ടല്ലോ മയിൽ. കുട്ടി കണ്ടുവാ? അതാ അവിടെ ഉണ്ട്. അതാ അവിടെ നിൽക്കുന്നുണ്ട്. അതാ കണ്ടാ വരുന്നേ. എവിടെ അവിടേക്ക് നോക്ക്. കണ്ട് കുട്ടി കണ്ടു. അവിടെ ഉണ്ടോ? 3 ഉണ്ട് അല്ലേ? എന്താ പറഞ്ഞ ഇവിടെ നോക്ക് സുത്തേ. അവിടേക്ക് നോക്കടി പാറു. അതാ അവിടെ മയിലുണ്ട്. അമ്പോ എവിടേക്ക് നിക്കണ്? കാണുന്നോടത്തേക്ക് വരുന്നില്ല അല്ലേ മയില്? പിന്നെ അതാടി അതാ നിക്കണു. കണ്ടുവാ? കുട്ടിയുണ്ടോ? തോന മയിലുണ്ടല്ലോ പൊന്നെ. അമ്പോ എത്ര മയിലാ? 8. ഇതിനെ കാണാനും ഇല്ലേ പെണ്ണിനെ? കാണാനില്ല അല്ലേ? ഇങ്ങോട്ട് വരുമ്പോൾ കാണാം. കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ. അപ്പം ഈ പൂച്ചേനെ കണ്ടോ? പൂച്ച മീൻ നോക്കി നിൽക്ക്.
മലയ്ക്ക് പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ നോൻപ് ഇറക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇന്നിപ്പോൾ ഒരു 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ അതാ മീൻ വാങ്ങി. സനുവിന് മീനൊക്കെ കഴിക്കാൻ ഭയങ്കര പൂതിയായിരുന്നു. എന്താ പറയുക, എപ്പോഴും പറയും മീൻ വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഞാനിത് ആ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ്പുറത്തെ പാടത്ത് കണ്ടത്തിൽ ഒരുപാട് മയിലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ അതാ നഴ്സറിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞാറ്റയ്ക്കുള്ള എന്തൊക്കെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കോറ, അതുപോലെ 1 കിലോ പച്ചരി, പിന്നെ നമുക്ക് പായസം വയ്ക്കാനുള്ള പരിപ്പ്, ശർക്കര, അങ്ങനെ ഇപ്പോൾ നഴ്സറിയിലൊക്കെ അങ്ങനെയാണ് കേട്ടോ കൊടുക്കണത്. നമ്മൾ അമൃതം പൊടിക്ക് പകരം ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കണത്. ഇതിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ, ഈ ഒരു മാസത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത്രയും നാൾ അമൃതം പൊടിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന നിയമമാണ് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അതായത് ശർക്കരയ്ക്ക് അത്യാവശ്യം 1/2 കിലോൻ്റെ അടുത്തോളം ഉണ്ട്. മീൻ നന്നാക്കിയിട്ട് രാവിലെ 9 മണിക്ക് നിന്ന് ഞാൻ ഉച്ചയായിട്ടാണ് കേട്ടോ മീൻ കറി വെച്ചത്. എന്താ പറയുക, അത്രയും തോനെ മീനുണ്ടായിരുന്നു. ആ ഒരു മീനൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴേക്ക് സമയം നോക്കിയപ്പോൾ 12-1 മണി ആയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയല്ല, കുറേ നാളുകൾക്ക് ശേഷം വെച്ചോണ്ടാ തോന്നുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിയുടെ ആ ഒരു സ്മെല്ലും. പിന്നെ ഇതാ കുഞ്ഞൻ മുള്ളൻ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ മുള്ളൊക്കെ കളയാൻ. അത് നന്നാക്കുമ്പോൾ എൻ്റെ കയ്യിൽ നന്നായിട്ട് മുള്ളൊക്കെ തറച്ചിട്ടുണ്ടായിരുന്നു. ചൂട് ചോറും മീൻ കറിയും മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണല്ലേ. അപ്പോൾ അതാ ചോറൊക്കെ ആയി. നല്ല ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ചോറുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നല്ല ചൂട് മീൻ കറി എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും കഴിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ മീൻ വറുത്തതിൻ്റെ കുഞ്ഞ് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ മീൻ മാത്രമാണ് കേട്ടോ തിന്നിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഇന്നത്തെ കുഞ്ഞൊരു മോർണിംഗ് റുട്ടീൻ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.